എല്ലാവരെയും പോലെ തന്നെ നഴ്സിംഗ് പഠിക്കുക, പുറത്ത് സെറ്റിൽഡ് ആവുക എന്നുള്ളൊരു അംബീഷൻ തന്നെയായിരുന്നു നമുക്കും ആ സമയത്തുണ്ടായിരുന്നു. യുദ്ധം നടക്കണമെന്ന് അത്ര കാര്യമായിട്ട് അറിയില്ല. പുറത്തിറങ്ങുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രാജ്യത്തിലുള്ള ആളുകളോട് അവർ പറയാറുണ്ട് പുറത്തൊന്നും ഇറങ്ങരുത്, ഷെൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ സമയത്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ എന്താ പറയുക, നമ്മളുടെ അത്രയും തോളം നമ്മളൊരു സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമാണ്. ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നപ്പം ഒരുപാട് നമുക്ക് ഒത്തിരി എന്താ പറയുക പറയാൻ പറ്റുന്നില്ല, നമുക്ക് വാക്കുകളിലൂടെ പുറത്തറിയിക്കാൻ നമുക്ക് പറ്റില്ല അത്രത്തോളം. കാലുണ്ടാവില്ല. അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഓക്കെ ഇത്രയും അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും എന്താ പറയുക വീണ്ടും ഒറ്റയ്ക്കാണ് ആ സമയത്ത്, ആരുമില്ല, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അത്രമാത്രമേ വിചാരിച്ചോളൂ. പക്ഷെ പിന്നെ ആദ്യത്തെ ഒരു ബേബി ഉണ്ടായി. അപ്പോൾ കുറച്ചും കൂടെ ആഗ്രഹം കൂടി, ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊരാഗ്രഹം വന്നു. രണ്ടാമത്തെ ബേബി ഉണ്ടാകുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊറോണ വരുന്നത്. ഒരു നിമിഷത്തിൽ തോളുമില്ല. എനിക്ക് ആരടുത്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ എനിക്ക് അത് എങ്ങനെ എടുക്കണം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ചുറ്റും തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇതൊന്ന് ഈ 9 months ആയിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അങ്ങനെയാണ് കോവിഡ് വരുന്നത്. അതെ. ആ ഒരു സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്, ഇനി ഫാമിലിയിൽ നമ്മൾ അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് ഒരുമിച്ച്, അതെ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അത് എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും എന്ത് തന്നെ ആണെങ്കിലും ഞങ്ങളത് ഫേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന്.